തൃശൂർ പോട്ട ബാങ്ക് കൊള്ളയിൽ പ്രതി പിടിയിലായി. ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. 36 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ധരിച്ചിരുന്ന ഷൂസാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചത്. മോഷണത്തിന് ശേഷം 3 തവണ പ്രതി വസ്ത്രം മാറി. ആർഭാട ജീവിതത്തിനായി ചെലവഴിച്ച തുക ഭാര്യയ്ക്ക് തിരികെ നൽകാനാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാൾ വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ലല്ലോ. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല, കാരണം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡന്റിഫിക്കേഷൻ, ആൾ ഐഡന്റിഫിക്കേഷനുമാണ്. അതിനാണ് ഈ ഡബിൾ ഗാർഡ് എടുത്തത്. അതായത് അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ആ ഹെൽമെറ്റ് ഊരിയിട്ട്, ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അയാൾ മിറർ റിമൂവ് ചെയ്ത സമയത്ത് അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഒരിടത്തും ഊരിയിട്ടില്ല. ഇത് പോലീസിന്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാൾ വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ലല്ലോ. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല, കാരണം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡന്റിഫിക്കേഷൻ, ആൾ ഐഡന്റിഫിക്കേഷനുമാണ്. അതിനാണ് ഈ ഡബിൾ ഗാർഡ് എടുത്തത്. അതായത് അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ആ ഹെൽമെറ്റ് ഊരിയിട്ട്, ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ട് അയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി. അതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വിൽക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചക്കാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയുന്നുണ്ട്. 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക് കണ്ടുള്ളത്. ഇത് പോട്ടയിലെ ഫെഡറൽ ബാങ്കാണ്. അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ. കൊള്ളയടിച്ച തുകയിൽ 10 ലക്ഷം രൂപ കണ്ടെത്തി. മോഷ്ടിച്ചെടുത്ത തുക പ്രതി ചെലവഴിക്കാൻ തുടങ്ങിയെന്നും പോലീസ് വിശദീകരിച്ചു. തൃശൂർ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഈ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതൊരു അൺപ്രൊഫഷണലി നടന്ന മോഷണമെന്നാണ് പോലീസ് വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്ന സമയത്ത് കൃത്യമായ ആസൂത്രണം, അതിനുവേണ്ടി കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ആ പദ്ധതി വളരെ വിജയകരമായി എക്സിക്യൂട്ട് ചെയ്യുന്നു. പക്ഷേ അപ്പോഴും കേരള പോലീസിൻ്റെ അന്വേഷണത്തെ അതിജീവിക്കാനുള്ള കരുത്ത് അതിനുണ്ടായില്ല. അതുകൊണ്ടാണ് പ്രതിയിലേക്ക് എത്തിയതും പിടികൂടിയതും. എന്താണ് ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിച്ച പുതിയ വിവരങ്ങൾ? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. ഈ ഘട്ടത്തിലും പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചതെന്ന് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഒരു പുറത്തുനിന്നുള്ള ആളുടെ പിന്തുണ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് റിജോ ആന്റണിക്ക് എന്നുള്ളത് തന്നെ, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അനുമാനിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ കേസിലെ ഏറ്റവും നിർണായകമായത്, നേരത്തെ നമ്മൾ ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തത് ഈ എൻടോർക്ക് സ്കൂട്ടറിനെ കുറിച്ചാണ്. ഈ സ്കൂട്ടർ തന്നെയാണ് ഏറ്റവും നിർണായകമായ തെളിവായി മാറിയത്. ഈ പ്രതി വ്യാജ നമ്പർ ഉപയോഗിച്ചെങ്കിലും ഇത്തരത്തിലുള്ള 100-ൽ താഴെ സ്കൂട്ടറുകൾ മാത്രമാണ് തൃശ്ശൂരിൽ വിറ്റഴിച്ചതെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂട്ടറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഈ സ്കൂട്ടർ ചാലക്കുടി പോട്ട ഭാഗങ്ങളിലുള്ള ഇത്തരം സ്കൂട്ടറുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നത്. പിന്നീടുള്ളത് CCTV ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പരിശോധനകളായിരുന്നു. പ്രതി പോയ കൃത്യമായ റൂട്ട് മാപ്പ് പോലീസിന് മനസ്സിലാക്കാനായി. പിന്നീട് ഏറ്റവും നിർണായകമായി മാറിയത് പ്രതിയെ വെരിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇയാൾ തന്നെയാണ് മോഷണം നടത്തി രക്ഷപ്പെട്ടത് എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതായിരുന്നു. പോലീസിന് ഉറപ്പായിരുന്നു. ഈ ജാക്കറ്റും ഹെൽമറ്റും ഒക്കെ ധരിച്ച് വേഷവിധാനങ്ങളോടുകൂടി എത്തിയ പ്രതി രക്ഷപ്പെടുന്ന വഴിയിൽ തന്നെ പല സ്ഥലങ്ങളിലായി ഡ്രസ്സുകൾ മാറും. അതോടൊപ്പം തന്നെ ഈ സ്കൂട്ടർ ഉപേക്ഷിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് പോലീസ് സംശയിച്ചിരുന്നു. അതുകൂടി മുൻനിർത്തിക്കൊണ്ടുള്ള അന്വേഷണവും പരിശോധനകളുമാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇയാൾ സ്കൂട്ടർ ഉപേക്ഷിക്കാൻ
ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. സ്കൂട്ടറിൽ പ്രാഥമികമായി ചില രൂപമാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. ഇത്തരത്തിൽ സ്കൂട്ടറിൻ്റെ കണ്ണാടികൾ ഇളക്കി മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ നമ്പർ മാറ്റിക്കൊണ്ടുള്ള നിലയിൽ ആ സ്കൂട്ടറിന് മാറ്റം വരുത്തി. അതോടൊപ്പം ആണ് ഈ സഞ്ചരിച്ച വഴിയിൽ തന്നെ 3 ഇടങ്ങളിലായി വസ്ത്രങ്ങൾ മാറുന്നത്. ആദ്യം ജാക്കറ്റ് മാറുന്നു, പിന്നീട് അതിന് ശേഷമുണ്ട് ധരിച്ചിരുന്ന ടീഷർട്ട് മാറുന്നു, വീണ്ടും മറ്റൊരു സ്ഥലത്തെത്തി ടീഷർട്ട് മാറുന്നു. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴും പോലീസിന് അവസാന ഓരോ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും വ്യത്യസ്തമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൂടി ഉൾപ്പെടുത്തിയാണ്, ഈ കാര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് CCTVകൾ വിശകലനം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കുന്നത്. അവർ ചെയ്ത പ്രാഥമിക കാര്യം ഈ സ്കൂട്ടർ മോഷണം നടന്ന ബാങ്കിന് മുന്നിൽ നിന്ന് പോകുന്ന സ്കൂട്ടറിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കുകയായിരുന്നു. സ്കൂട്ടറിൻ്റെ പ്രത്യേകതകളും പിന്നീട് അതിന് വന്ന മാറ്റങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. ഏറ്റവും നിർണായകമായത് പ്രതി വസ്ത്രം മാറിയപ്പോഴും ഈ വാഹനത്തിൽ മാറ്റം വരുത്തിയപ്പോഴും ഈ കാലിലെ ഷൂ ആണ് ഏറ്റവും നിർണായകമായത്. ആ ഷൂവിൻ്റെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് ഈ വാഹനത്തിൽ പോയ ഒരേ ആൾ തന്നെയാണെന്ന് പല സ്ഥലങ്ങളിലെ ക്യാമറകളിൽ പതിഞ്ഞതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അപ്പോഴും വെല്ലുവിളിയായി മാറുന്നത് ഇയാൾ തന്നെയാണോ ഇത് എന്നുള്ളത് ഉറപ്പിക്കുകയായിരുന്നു. രൂപമാറ്റം ഉണ്ടായി, ഷൂ മാറുന്നില്ല. പക്ഷേ അതിനുവേണ്ടി പോലീസ് സ്വീകരിച്ച നടപടി എന്നുള്ളത് ഈ പോട്ട ബാങ്കിന് മുന്നിൽ നിന്നും ഈ പ്രതി സഞ്ചരിച്ച റൂട്ടിലൂടെ സഞ്ചരിച്ച ഫോണുകൾ CDR വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. മൂവിങ്ങിലുള്ള ഫോൺ, അതായത് ബാങ്കിന് മുന്നിൽ നിന്നും പ്രതി രക്ഷപ്പെട്ട വഴിയിലൂടെ മൂവിങ്ങിലുള്ള ഫോണിൻ്റെ ടവർ റേഞ്ചുകൾ ഈ പോകുന്ന വഴി, ഈ മൂവിങ് വഴിയിലൂടെ പോയിട്ടുള്ള എത്ര പേരുണ്ട് ഇതേ സ്കൂട്ടറിൽ എന്നുള്ളത് പോലീസ് വിലയിരുത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങളുടെ ചുരുളഴിയുന്നത്. ഈ മൂവ് ചെയ്യുന്ന സ്കൂട്ടറിൽ ഫോൺ ടവർ ലൊക്കേഷനുകൾ മാറി മാറി വരുന്ന പോയിന്റുകളിൽ ഒരേ ഒരു വാഹനം മാത്രമാണ് സഞ്ചരിച്ചതെന്ന് പോലീസിന് സ്ഥിരീകരിക്കാനാകുന്നു. പിന്നീട് ഈ സ്ഥിരീകരണത്തിന് ശേഷം ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നതിനായി വേറെയും പരിശോധനകൾ നടത്തുന്നു. പ്രതിയുടെ ടവർ ലൊക്കേഷനുകൾ, മുൻകാലങ്ങളിൽ ഈ പ്രതി ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള CDR വിവരങ്ങൾ, ബാങ്കിലെ CCTV ക്യാമറകൾ, ബാങ്കിൽ കഴിഞ്ഞ് 15 ദിവസത്തിനിടയിൽ വന്ന ഇടപാടുകാരുടെ വിവരങ്ങൾ, അവർ എത്തിയ ദൃശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് 100-ലധികം, കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു, 100-ലധികം കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം, കൃത്യത വരുത്തണം, ഉറപ്പുവരുത്തണം. അത്തരം പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത്തരത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇയാളുടെ വീട്ടിൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തുന്നു. ഉദ്യോഗസ്ഥരെത്തുമ്പോഴും ഇയാൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു അതിന് തൊട്ട് മുൻപ് വരെ എന്നുള്ളതാണ് പ്രതികരണം നമ്മളോട് നടത്തിയ SP വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇയാൾ എത്തിയപ്പോൾ, പോലീസ് എത്തിയപ്പോൾ പകച്ചുപോയിരുന്നു, ഞെട്ടിപ്പോയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യഘട്ടത്തെ ചോദ്യം ചെയ്തതിൽ തന്നെ പ്രതി കുറ്റം സമ്മതിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പിടിക്കപ്പെടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുമുള്ള ആളെന്ന് സ്വയം കരുതുന്ന ഇയാൾ പിടിക്കപ്പെടില്ല എന്ന് കരുതി വീട്ടിൽ മക്കൾക്കൊപ്പം താമസിച്ച് വരികയായിരുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ഇയാൾ ആസൂത്രണം നടത്തുമ്പോഴും ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാതെ, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാതെ ഈ ചാലക്കുടിയിൽ തന്നെ, പോട്ടയിൽ തന്നെ കഴിഞ്ഞുകൂടിയതാണ് പോലീസിന് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ വലയിലാക്കാൻ സഹായിച്ചത്. നിശ്ചയമായും പോലീസ് വിശ്വസിച്ചിരുന്നത് ഈ കവർച്ചയ്ക്ക് ശേഷം പ്രതി ഇതര സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് ജില്ലകളിലേക്കോ രക്ഷപ്പെടുമെന്നായിരുന്നു, ഈ വാഹനമടക്കം ഉപേക്ഷിക്കുമെന്നായിരുന്നു. ഈ 2 കാര്യങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കാര്യങ്ങൾ, അന്വേഷണ സംഘത്തിന് വേഗത്തിൽ കാര്യങ്ങൾ പ്രതിയിലേക്ക് എത്താനായിട്ടുണ്ട്. ഏതായാലും പ്രതിയുടെ മൊഴികളും മറ്റും പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല പോലീസ്. ഇപ്പോഴും ചാലക്കുടി DYSP ഓഫീസിൽ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യലിന് അവസാനം ചില നിർണായക വിവരങ്ങൾ കൂടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ റൂറൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടുന്ന് പോയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലും പരിശോധനകളും ഇനിയും നടക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ ദുരൂഹതകൾ ചിലത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കെട്ടുകൾ കൂടി പോലീസിന് അഴിക്കേണ്ടതുണ്ട്. ഗൗതം, തീർച്ചയായിട്ടും ലെവിൻ, എന്തായാലും അത്തരം വാർത്തകൾ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ, ഇതിൻ്റെ കൂടുതൽ മറ്റ് സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. ലെവിൻ K. വിജയനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.